എം എ ഷഹനാസിനും റിനിക്കും പിന്നാലെ ജസ്ല മാടശ്ശേരിയെ കൊത്തിപ്പറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി. രാഹുൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയെന്ന് ജസ്ല മാടശ്ശേരി ചില സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് പിന്നാലെ ജസ്ലയെ കടിച്ചു കീറുന്ന കമന്റുകൾ, തെറിവിളികൾ. ഇത് തുടർന്നുകൊള്ളൂ എന്നും പറഞ്ഞ് രാഹുൽ ആർമിയെ വീണ്ടും ചെറഞ്ഞ് ജസ്ല രംഗത്ത്. ഈ തെറിവിളി കൊണ്ടൊന്നും ഞാൻ ഭയപ്പെടില്ല, നീയൊക്കെ പോയി വേറെ ആളെ നോക്കൂ എന്ന് ജസ്ലയുടെ മറുപടി. ഇതോടുകൂടി ഇപ്പോൾ ഇരുവരും തമ്മിൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. അതായത് രാഹുൽ ആർമിയും ജസ്ല മാടശ്ശേരിയും അതുപോലെ തന്നെ ഷഹനാസും റിനിയും ഒക്കെ ഈ യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുകയാണ് ഒരു കൂട്ടർ. സൈബർ ഇടത്തിൽ വലിയ പോരാണ്. അതായത് ഈ വിഷയം കത്തിക്കാളുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയച്ച പഴയ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ജസ്ല രംഗത്തേക്ക് വന്നത്. സ്ത്രീകളോട് പരിധി വിട്ട് പെരുമാറുന്ന സ്വഭാവമാണ് രാഹുലിൻ്റെതെന്നും മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ പീഡന വീരന്മാരാണ് കോൺഗ്രസിന്റെ യുവ മുഖമുദ്രയെന്നും ജസ്ല ഫേസ്ബുക്കിൽ പച്ചയ്ക്കങ്ങ് എഴുതി. അതിനോടൊപ്പമാണ് ഈ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചത്. ഒരാളുടെ പോക്ക് കണ്ടാൽ അത് ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാൻ തനിക്ക് പ്രത്യേക കഴിവുണ്ടെന്നും കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്ന് താൻ മണത്തറിയുമെന്നും ജസ്ല കുറിച്ചിരുന്നു. 2017 ചാറ്റുകളാണ് ജസ്ല പുറത്തുവിട്ടത്. നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ, വഴക്കാളി തുടങ്ങിയ പ്രയോഗങ്ങൾ രാഹുൽ നടത്തിയതായി സ്ക്രീൻഷോട്ടിൽ കാണാം. അന്ന് ചാറ്റ് അവിടെ വെച്ച് നിർത്തിയത് കൊണ്ടാണ് ഇതിൽ കൂടുതൽ മോശമായത് സംഭവിക്കാതിരുന്നതെന്നും ജസ്ല പറഞ്ഞിരുന്നു. രാഹുലിന്റെ പീഡന ന്യായീകരണ അഭിമുഖം കണ്ടപ്പോഴാണ് ഇത് പുറത്തുവിടാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമാക്കിയ ജസ്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ജസ്ല മാടശ്ശേരിക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി ഇരച്ചിറങ്ങിയത്. പിന്നീട് വലിയ സൈബർ ആക്രമണമാണ് അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ജസ്ല പറയുന്നുണ്ട്, നീയൊക്കെ ഈ കിടന്ന് കുരച്ചാലും അതൊന്നും എന്നെ ബാധിക്കില്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും എന്നുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി ഇപ്പോൾ കൃത്യമായി പോര് തുടങ്ങിയിരിക്കുന്നത് സ്ത്രീകളോടാണ്. അതായത് പ്രത്യേകിച്ച് രാഹുലിനെ എതിർത്ത് സംസാരിക്കുന്ന സ്ത്രീകളെ. ലക്ഷ്മി പത്മയ്ക്ക് നേരെയും ജസ്ല മാടശ്ശേരി, ഷഹനാസ്, റിനി തുടങ്ങിയവർക്ക് നേരെയും പിന്നെ അതിജീവിതമാർക്ക് നേരെയും വലിയ സൈബർ ആക്രമണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ കേസ് കോടതിയിൽ പോകുമ്പോൾ അത് ഉറപ്പായും രാഹുലിന് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം രാഹുല് ഒരു കൂട്ടം ആൾക്കാരെ ഇറക്കി ഇങ്ങനെ അതിജീവിതമാരെ വേട്ടയാടുകയാണ് എന്നൊക്കെ പ്രോസിക്യൂഷൻ വാദിക്കും. നമ്മൾ മറ്റു കോടതിയിൽ, അതായത് പത്തനംതിട്ട കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഇതേ വാദം പ്രോസിക്യൂഷൻ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊരു തിരിച്ചടിയായി രാഹുലിന് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിര് വിട്ടുപോകുന്ന തരത്തിലേക്കാണ് ഈ സൈബർ ആക്രമണം കടുക്കുന്നത്. ഒരു തരത്തിലും രാഹുൽ ആർമിയെ പിടിച്ചുകെട്ടാൻ രാഹുലും തയ്യാറാകുന്നില്ല. തനിക്ക് വേണ്ടി പറയാനുള്ളത് മുഴുവൻ അവർ പറഞ്ഞോട്ടെ എന്നുള്ള നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഉള്ളത്. കാരണം തനിക്ക് ഒന്നും അധികം ഈ പറയുന്ന തന്നെ എതിർത്ത് സംസാരിക്കുന്നവർക്ക് നേരെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തൻ്റെ ആർമി അവർക്കുള്ള പണി കൊടുക്കട്ടെ എന്നാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. എന്നാൽ സൈബർ ആക്രമണം അതിരുവിട്ടു പോയതോടുകൂടി ജസ്ല മാടശ്ശേരി വീണ്ടും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവർ ഇപ്പോഴൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഇന്നലെ രാവിലെ മുതൽ എനിക്ക് തീരെ വയ്യായിരുന്നു. പനി, ജലദോഷം, ചുമ. സത്യം പറഞ്ഞാൽ ജീവനായിരുന്നു. കിടക്കുന്നതിനിടയിലാണ് രാഹുലിന്റെ പീഡന ന്യായീകരണ ഇന്റർവ്യൂ കാണുന്നത്. ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് പീഡനം ന്യായീകരിക്കപ്പെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ഭീകരമാണ്. പോസ്റ്റ് ഇട്ട് പിന്നെയും കിടന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പോസ്റ്റ് എങ്ങോട്ടാ പറന്നു എന്നറിയുന്നത്. ഇന്നലെ കുറെ കോളുകൾ ഉണ്ടായിരുന്നു, വയ്യാത്തത് കൊണ്ട് എടുത്തതുമില്ല. നിങ്ങളിൽ പലരും ഇത് രാഷ്ട്രീയമായി മാത്രം കാണുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പലരെയും വിശ്വസിച്ച് ചതിക്കപ്പെട്ട് കടന്നു പോകുന്ന സ്ത്രീകളുമായി നിരന്തരം സംവദിക്കുന്നവരാണ് സമൂഹത്തിൽ ഫെമിനിറ്റി എന്ന പേരിൽ നിങ്ങൾ ചാപ്പയടിച്ചു തന്ന കുറെ വെടക്ക് പെണ്ണുങ്ങൾ. സ്വാഭാവികമായും സ്ത്രീകളുടെ ശബ്ദങ്ങൾ പുറത്തേക്ക് ശക്തമായി ഒഴുകുന്നത് ദഹിക്കാൻ മാത്രം പരുവം ഈ നൂറ്റാണ്ടിലും ഇല്ല എന്നുള്ളത് സ്ട്രഗിളിംഗ് തന്നെയാണ്. പ്രതികരിച്ച സ്ത്രീകളെയും അവരോടുള്ള നമ്മുടെ പ്രബുദ്ധ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ വളരെ മാന്യമായ സമീപനവും നമ്മൾ കണ്ടു. അന്നു മുതൽ എൻ്റെ ഫോണിലുണ്ട്. എന്നാലും ഞാൻ അതിനെ അങ്ങനെ ഒരു സെൻസിലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. KSU പ്രവർത്തന കാലത്ത് അനേകം സൗഹൃദങ്ങളുണ്ട്, നല്ല സൗഹൃദങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്. പക്ഷേ അവൻ്റെ ഇന്റർവ്യൂവിലെ ന്യായീകരണം കണ്ടപ്പോൾ സ്വയം കുട്ടപ്പനാകുന്നത് അവന് യോജിക്കുന്നേയില്ല.
പിന്നെ ആ പോസ്റ്റിന് താഴെയും ന്യൂസ് ലിങ്കുകൾക്ക് താഴെയും എനിക്ക് ചെസ് നമ്പറൊക്കെ ഇടുന്നത് കണ്ടു. എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ FIR എഴുതാൻ അറിയാം. FIRന് മുൻപ് ചെള്ള പൊളിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ അതും ചെയ്യും. അതല്ല ഭിത്തിയിൽ ഒട്ടിക്കണമെങ്കിൽ സ്ട്രോങ് ഡബിൾ ടാപ്പ് വാങ്ങി അതും ചെയ്യും. നിങ്ങൾ തലയിലേറ്റ് ജയിപ്പിച്ചു വിട്ട ഒരു മഹാമാന്യ നിഷ്കുവിന് അത് വൃത്തിക്കറിയാം. പിന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് എനിക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു തരാൻ നടക്കുന്നവരോട് ഫെമിനിറ്റി, വെടി, വേശ്യ, എയ്ഡ്സ്, കിട്ടാത്ത മുന്തിരി പുളിക്കും, വെടക്ക്, ഇതൊക്കെയല്ലേ പ്രബുദ്ധരായ സമൂഹമേ നിങ്ങൾക്ക് വിളിക്കാനുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഞാൻ അടങ്ങുന്ന അനേകം സ്ത്രീകളുണ്ട്. ഞങ്ങൾക്കൊന്നും നിങ്ങൾ പറഞ്ഞതുപോലെ അടക്കവും ഒതുക്കവും കുറവാണെന്നേ ഉള്ളൂ. വാക്കുകൾക്കും ഗഡ്സിനും ഒന്നും കുറവുണ്ടാവില്ല, മുട്ടുണ്ടാവില്ല. നിങ്ങൾ തെറി വിളിച്ച് ആനന്ദം കൊള്ളുക. ഞങ്ങൾ ആത്മാഭിമാനം പണയം വെച്ചില്ല എന്ന ആത്മസംതൃപ്തിയിൽ തുടരും. പെണ്ണുങ്ങൾ എന്നാൽ നിന്റെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് കുണുങ്ങി മാത്രം ജീവിക്കേണ്ടവരാണ് എന്നൊരു ധാരണ നിന്നെയൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട്. രാഹുൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളും ഇരകളുടെ വാക്കുകളും വഴികളും രാഹുലിന്റെ വ്യക്തതയില്ലാത്ത ഉരുളലും മാത്രം മതി. അവനെ നിങ്ങൾ കുറെ ലീഗുകാര് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സെന്റ് അടിച്ച് നാറ്റം മാറ്റിയിട്ട് കാര്യമില്ല. സെന്റിന്റെയും ചീഞ്ഞളിഞ്ഞതിന്റെയും കൂടെ ഒരു ദുർഗന്ധം അതാണ് ഉണ്ടാകുന്നത്. അസഹനീയം. രാഹുൽ ഒരു യുവ MLA ആണ് എന്നതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം നാളെ അവനെ നമ്പി അവന്റെ അടുത്തേക്ക് സഹായകരങ്ങൾ നീട്ടി അനേകം സ്ത്രീകൾ കടന്നു ചെല്ലേണ്ടി വരും. അവരുടെ സാഹചര്യം ചൂഷണം ചെയ്യുന്ന ഒരു MLA അല്ല നമുക്ക് വേണ്ടത്. രാഷ്ട്രീയം അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ, ആ കുപ്പായം ഇട്ടാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം മാറി. നിങ്ങൾ പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനല്ല, ഫുൾ ടൈം ആണ്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നവരാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക എന്നത് നിർബന്ധമായും സംഭവിക്കേണ്ട ഒന്നാണ്. ഈ ജനാധിപത്യ രാഷ്ട്രീയ സമൂഹത്തിൽ നിങ്ങളിലാണ് ഓരോ പൗരന്റെയും വിശ്വാസവും പ്രതീക്ഷയും കിടക്കുന്നത്. അവനവന്റെ മണ്ഡലം നവീകരിക്കുക എന്നതിനപ്പുറം സ്ത്രീകളുടെ ഇൻബോക്സുകളും സൗഹൃദങ്ങളും പ്രണയങ്ങളും ഗർഭങ്ങളും പുഷ്പിപ്പിക്കുക എന്നത് ഹോബിയായി എടുക്കുക. സൈഡായി രാഷ്ട്രീയ പ്രവർത്തനം. ഇത് ബുദ്ധിമുട്ടാണ്, ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. പോസ്റ്റിന് താഴെയുള്ള തെറികൾ കംപ്ലീറ്റ് വായിച്ചില്ല, പോയി വായിക്കട്ടെ. പീഡനവീരന്മാരുടെ സപ്പോർട്ട് പ്രൊമോഷൻ ടീമിന്റെ അനർഗള നിർഗള തെറികളും വൃത്തികെട്ട ഫ്രസ്ട്രേഷനും വായിക്കട്ടെ. എൻ്റെ നാട് എന്ത് പ്രബുദ്ധം എന്ന് ആനന്ദം കൊള്ളട്ടെ. തെറി, ലൈംഗികാരോപണം, വസ്ത്രം, മൂക്കുത്തി, എന്തുവാടെ സോഷ്യൽ മീഡിയ ഉണ്ടായ കാലം മുതലേ ക്ലീഷയായി പെണ്ണുങ്ങളോട് വിളിക്കുന്നതല്ലാതെ വല്ല പുതിയതുമുണ്ടെങ്കിൽ വിട്. എല്ലാവരുടെയും സ്വകാര്യ സൗഹൃദ സംഭാഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊന്നും ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല. ഇന്നോളം വിഷയമായിട്ടുമില്ല, ആക്കിയിട്ടുമില്ല. നമ്മളെല്ലാം ആവശ്യത്തിൽ കൂടുതൽ സൗഹൃദങ്ങൾ ഉള്ളവരാണ്. എന്നാൽ ഇങ്ങനെ സൗഹൃദങ്ങൾ തുടങ്ങി അത് അനേകം സ്ത്രീകളുടെ വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ജീവിതത്തെയും ചൂഷണത്തിലേക്ക് എത്തിച്ചവൻ എന്ന് ബോധ്യമായ ഒരുവനോടുള്ള പ്രതിഷേധം, അത് മാത്രമാണ് ആ സ്ക്രീൻഷോട്ട്. ഇമ്മാതിരികളുടെയൊക്കെ ഇര എന്ന ടാഗ് ലൈനേക്കാൾ ബെറ്റർ തീരുമാനമാക്കി ജയിലിൽ പോകുന്നതാണ്. ഒരാശ്വാസത്തിന് പറഞ്ഞതാണ്. ഇതാണ് ജസ്ല മാടശ്ശേരി പങ്കുവെച്ച രണ്ടാമത്തെ പോസ്റ്റ്.